മതം മാറണമെങ്കിൽ മുസ്ലിം ആകൂ, ഇതാണ് തലക്കെട്ട്. എന്നിട്ട് താഴോട്ട് എഴുതിയിരിക്കുന്നത്, ജാതിബന്ധനത്തിൽ നിന്ന് തൊട്ടുകൂടാത്തവർക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലായിരുന്നു. മതപരിവർത്തനം എന്ന വിഷയത്തിന് പുറമേ ദളിതർക്ക് മതം മാറാൻ ഏറ്റവും നല്ല മതം ഏതാണെന്ന് അദ്ദേഹം ചർച്ച ചെയ്തു. ബുദ്ധമതത്തെയും ആര്യ സമാജത്തെയും നിരാകരിക്കുകയും ക്രിസ്തുമതത്തിനോ ഇസ്ലാം മതത്തിനോ ഉള്ള തൻ്റെ മുൻഗണന സൂചിപ്പിക്കുകയും ചെയ്യുന്ന പരിധി വരെ അദ്ദേഹം പോയി. ബുദ്ധമതമോ ആര്യ സമാജിസ്റ്റോ ആകുന്നതിലൂടെ ഉയർന്ന വർണ്ണത്തിൽപ്പെട്ടവരാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകളുടെ മുൻവിധികളിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ പോകുന്നില്ല. അതിനാൽ ആ പാത സ്വീകരിക്കുന്നതിൽ നമുക്ക് വലിയ അർത്ഥമൊന്നുമില്ല. ഹിന്ദുക്കളുടെ മുൻവിധികളെ വിജയകരമായി നേരിടണമെങ്കിൽ ഏതെങ്കിലും വിമത സമൂഹത്തിൻ്റെ പിന്തുണ നേടുന്നതിന് നാം ക്രിസ്തുമതത്തിലേക്കോ ഇസ്ലാമിലേക്കോ പരിവർത്തനം ചെയ്യണം. നമ്മുടെ ശ്രീജിത്ത് പണിക്കർ സാറും അനുയായികളും ആവേശപൂർവ്വം ആഘോഷപൂർവ്വം ഇപ്പോഴും കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അംബേദ്കറിനെ എങ്ങനെ വായിക്കണം എന്ന് പറയുന്ന ഒരു സംഗതി. മലബാറിലെ ഹോർത്തൂസ് വേദിയിൽ അംബേദ്കറിനെ വായിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പണിക്കർ സാർ ഗോളടിച്ചതിനെക്കുറിച്ച് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും ആവേശപൂർവ്വം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച് തകർത്ത് തീർന്നില്ല. ഇപ്പോഴും തകർപ്പിക്കലുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അംബേദ്കർ ഒരൊന്നാം നമ്പർ ആൺകുട്ടിയായിരുന്നു, ഒരു നല്ല നിഷേധിയായിരുന്നു. അദ്ദേഹം എല്ലാ വിഷയങ്ങളിലും വളരെ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ആ സ്വീകരിച്ചതൊക്കെയും ഓരോ സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ നമ്മുടെ പണിക്കർ സാർ അദ്ദേഹത്തിൽ കണ്ടെത്തിയത് ഒരു തികഞ്ഞ മുസ്ലിം വിരോധിയെയാണ്. എന്നുവെച്ചാൽ ഇസ്ലാം മതത്തെ അടച്ചാക്ഷേപിക്കുന്ന, അതിലെ പ്രവൃത്തികളെ ആക്ഷേപിക്കുന്ന, നമ്മുടെ ഇവിടുത്തെ മലബാർ കലാപത്തെ, മാപ്പിള ലഹളയെ വളരെ വേറിട്ട് നിശിതമായി വിമർശിക്കുന്ന ഒരാളിനെ കണ്ടെത്തിയാണ് വളരെ സായുജ്യമടഞ്ഞിരിക്കുന്നത്. അതാകട്ടെ സംഘികൾക്കും വളരെ പെരുത്തിഷ്ടമായി. അവർ ആഗോള ആസ്ഥാന ബുദ്ധിജീവിയായി പണിക്കർ സാറിനെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ പണിക്കർ സാർ ഈ വായിക്കുന്ന കഥകൾ പറഞ്ഞപ്പോൾ ഞാനും ഒരു സംഗതിയുടെ വായനയിൽപ്പെട്ടു. ആ സംഗതി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പെൻഗ്വിൻ ബുക്സ് പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ ടൈറ്റിൽ ദ റാഡിക്കൽ ഇൻ അംബേദ്കർ എന്നാണ്. അത് ആനന്ദ് തെൽത്തുംഡെ, സൂരജ് യങ്തെ എന്നിവരാണ് ആ പുസ്തകം എഡിറ്റ് ചെയ്തത്. ആ പുസ്തകം 2018 പുറത്തിറക്കിയിരിക്കുന്നത്. ഇപ്പോഴും ആമസോൺ ബുക്സിൽ ആ പുസ്തകം അവൈലബിളാണ്. പണിക്കർ സാറും അനുയായികളും അറിയാൻ വേണ്ടി ഇതിനകത്ത് ഞാനൊരു ആമുഖമായൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഇസ്ലാം മതത്തെക്കുറിച്ച് ആരെങ്കിലും നല്ലത് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അത് ഒരു സവിശേഷമായ സംഗതിയാണ് എന്ന് വിചാരിച്ച് അതിൻ്റെ മേൽ വല്ലാണ്ട് നമ്മൾ അങ്ങനെ ആവേശം കൊള്ളുന്നതിലൊന്നും കാര്യമില്ല. കാരണം അവർ നല്ലത് പറഞ്ഞില്ലെങ്കിലും ഒരു വിശ്വാസി വിശ്വസിക്കാൻ ബാധ്യതയുള്ള ആളാണ്. മൈക്കിൾ എച്ച് ഹാർട്ട്, കരൻ ആംസ്ട്രോങ്, മോൺഗോറി വാട്ട്, എഡ്വേർഡ് ജിബൺ, തോമസ് കാർലെ, മഹാത്മാഗാന്ധി, നെപ്പോളിയൻ ബോണപ്പാർട്ട്, ജോർജ് ബെർണാഡ് ഷാ, സരോജിനി നായിഡു, ലിയോ ടോൾസ്റ്റോയ്, ആനി ബെസൻറ്റ് തുടങ്ങിയവരൊക്കെ പല സന്ദർഭങ്ങളിൽ ഇസ്ലാം മതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇവരാരും പറഞ്ഞു എന്നുള്ളതല്ല ഒരു വിശ്വാസിയുടെ അടിസ്ഥാനം, അത് ബോധ്യമാണ്. റസൂല് പറഞ്ഞു എന്നുള്ളത്, അങ്ങനെ പിന്തുടരാൻ പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പിന്തുടരണം എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അതിലുള്ളത്. ഇവരാരും പറഞ്ഞു എന്നുള്ളതല്ല. പക്ഷേ ഈ വായിക്കണമെന്ന് പറഞ്ഞ് പുള്ളി ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു കടുത്ത ഇസ്ലാം മത വിരോധിയായിരുന്നു എന്നുള്ളിടത്താണ് എത്തി നിൽക്കുന്നത്. അതാണ് നമ്മുടെ ശ്യാംകുമാറും സണ്ണി കപിക്കാടും മറുപടി പറഞ്ഞപ്പോൾ സമയമാണ്, സംവരണമല്ല വേണ്ടത് എന്ന് പറഞ്ഞ് പണിക്കർ സാറ് ഗോളടിച്ച് പോരുന്നത്. ഇനി പണിക്കർ സാർ 1929 മാർച്ച് 15 ഈ പറയുന്ന അദ്ദേഹം എഴുതിയ ഒരു ലേഖനവും അത്തരം സംഗതികളും ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകത്തിലുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. മതം മാറണമെങ്കിൽ മുസ്ലിം ആകൂ, ഇതാണ് തലക്കെട്ട്. എന്നിട്ട് താഴോട്ട് എഴുതിയിരിക്കുന്നത്, ജാതിബന്ധനത്തിൽ നിന്ന് തൊട്ടുകൂടാത്തവർക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലായിരുന്നു. മതപരിവർത്തനം എന്ന വിഷയത്തിന് പുറമേ ദളിതർക്ക് മതം മാറാൻ ഏറ്റവും നല്ല മതം ഏതാണെന്ന് അദ്ദേഹം ചർച്ച ചെയ്തു. ബുദ്ധമതത്തെയും ആര്യ സമാജത്തെയും നിരാകരിക്കുകയും
ക്രിസ്തുമതത്തിനോ ഇസ്ലാം മതത്തിനോ ഉള്ള തൻ്റെ മുൻഗണന സൂചിപ്പിക്കുകയും ചെയ്യുന്ന പരിധി വരെ അദ്ദേഹം പോയി. ബുദ്ധമതമോ ആര്യ സമാജിസ്റ്റോ ആകുന്നതിലൂടെ ഉയർന്ന വർണ്ണത്തിൽപ്പെട്ടവരാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകളുടെ മുൻവിധികളിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ പോകുന്നില്ല. അതിനാൽ ആ പാത സ്വീകരിക്കുന്നതിൽ നമുക്ക് വലിയ അർത്ഥമൊന്നുമില്ല. ഹിന്ദുക്കളുടെ മുൻവിധികളെ വിജയകരമായി നേരിടണമെങ്കിൽ ഏതെങ്കിലും വിമത സമൂഹത്തിൻ്റെ പിന്തുണ നേടുന്നതിന് നാം ക്രിസ്തുമതത്തിലേക്കോ ഇസ്ലാമിലേക്കോ പരിവർത്തനം ചെയ്യണം. അപ്പോൾ മാത്രമേ ദളിതരുടെ മേലുള്ള തൊട്ടുകൂടായ്മയുടെ കളങ്കം കഴുകിക്കളയുകയുള്ളൂ. 2 വർഷത്തിനുള്ളിൽ അദ്ദേഹം ക്രിസ്തുമതം ഇല്ലാതാക്കുകയും ഇസ്ലാമിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. 1929 മാർച്ച് 15 ബഹിഷ്കൃത് ഭാരത് പതിപ്പിൽ ഹിന്ദുമതത്തിലേക്കുള്ള അറിയിപ്പ് എന്ന എഡിറ്റോറിയലിൽ നിങ്ങൾ മതം മാറണമെങ്കിൽ മുസ്ലിം ആകൂ എന്ന ബോൾഡ് തലക്കെട്ടിൽ അംബേദ്കർ തൊട്ടുകൂടാത്തവരെ ഉദ്ബോധിപ്പിച്ചു. ബുദ്ധമതവും ആര്യ സമാജിസ്റ്റുമായി മാറുന്നതിൻ്റെ നിരർത്ഥകത വിശകലനം ചെയ്ത ശേഷം ക്രിസ്ത്യാനിറ്റിക്ക് പോലും ഇന്ത്യയിലെ ജാതികളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന എന്നതിനാൽ അദ്ദേഹം ക്രിസ്തുമതത്തെയും നിരാകരിച്ചു. ദളിതരെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് അവരുടെ സാമൂഹ്യ പദവിയിൽ ഒരു മാറ്റവും വരുത്തുന്നില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഹിന്ദുക്കൾക്ക് മാത്രമല്ല ഉയർന്ന ജാതിക്കാർക്കും അവർ പഴയ തൊട്ടുകൂടാത്തവരായി തുടരും. മുസ്ലിം സമൂഹത്തിന് മാത്രമേ പൂർണ്ണ പിന്തുണയോടെ അവരെ പിന്തുണയ്ക്കാൻ കഴിയൂവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഹിന്ദുമതം ഉപേക്ഷിക്കാൻ മാത്രമേ താൻ തീരുമാനിച്ചിട്ടുള്ളൂവെന്നും ഏത് മതം സ്വീകരിക്കണമെന്ന് വ്യക്തമാക്കിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഇസ്ലാം എന്നത് അദ്ദേഹത്തിൻ്റെ യുക്തിസഹമായ തിരഞ്ഞെടുപ്പ് 1936 വരെ വളരെ പ്രകടമായിരുന്നു. പരിഷ്കാരങ്ങൾക്കായി ഹിന്ദുക്കളെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു തന്ത്രമായിരിക്കാം അത്. മഹർ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ എളിമയുള്ള പ്രതീക്ഷ അതായിരുന്നു. എന്നാൽ ദളിതരുടെ പൗരാവകാശങ്ങൾ നിയമാനുസൃതമായി വിനിയോഗിക്കുന്നതിനോട് അവർ പ്രതികരിച്ച രീതി അംബേദ്കറെ പൂർണ്ണമായും നിരാശനാക്കി. ഡിസംബറിൽ സംഘടിപ്പിച്ച അടുത്ത സത്യാഗ്രഹ സമ്മേളനത്തിൽ പോലും അവർ അത് തന്ത്രപൂർവ്വം മറച്ചുവെച്ചു. മഹറിന് തൊട്ടു പിന്നാലെ അദ്ദേഹം മതപരിവർത്തനത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. മോർലി മിൻറ്റോ പരിഷ്കാരങ്ങൾ മുതൽ രാഷ്ട്രീയ അധികാരം പങ്കിടുന്നതിൻ്റെ സാമുദായിക അടിസ്ഥാനം ഔപചാരികമാക്കുകയും ഹിന്ദുക്കളിൽ നിന്ന് ദളിതരെയും ആദിവാസികളെയും വേർപെടുത്തുന്ന പദവി പോലും മുസ്ലിം ലീഗ് കുത്തിപ്പൊക്കുകയും ചെയ്തതോടെ ഹിന്ദു കൂട്ടം വിടുമെന്ന് ഭീഷണിപ്പെടുത്തി ഹിന്ദുക്കളെ വളച്ചൊടിക്കാൻ അംബേദ്കർ ഒരു ലിവർ കണ്ടു. രസകരമെന്ന് പറയട്ടെ, യോള പ്രഖ്യാപനം വരെ ഹിന്ദുക്കൾ അവരെ പൂർണ്ണമായും അവഗണിച്ചു. ഈ പുസ്തകം എന്ന് പറയുന്നത് അംബേദ്കറിനെ പരാമർശിച്ചുകൊണ്ടുള്ള പുസ്തകമാണ്. ഞാൻ ഈ വായിച്ച മലയാളത്തിൻ്റെ ഇംഗ്ലീഷാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ പുസ്തകം ഇപ്പോഴും അവൈലബിളുമാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം എല്ലാ മതങ്ങളോടും വിരോധിച്ചു. ഹിന്ദുമതത്തെ പൂർണ്ണമായും അദ്ദേഹം നിരാകരിച്ചു. ആ വ്യവസ്ഥയോട് പൂർണ്ണമായി എതിർപ്പ് പ്രകടിപ്പിച്ചു. ബാക്കിയുള്ളവരെയൊക്കെ ഓരോരോ കാരണങ്ങളിൽ ഓരോ സബ്ജക്റ്റുകളായി അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. പണിക്കർ ആവേശം കൊള്ളുന്നത് പോലെയുള്ള ഒരു അംബേദ്കർ തൽക്കാലം ലഭ്യമല്ല എന്ന് വിനയപൂർവ്വം അറിയിക്കട്ടെ.